ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ആൾട്ടോ റീസ്റ്റോറേഷൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഫുൾ ബോഡി പെയിൻറ്റ് ചെയ്തതിൻ്റെയാണ് കാണിച്ചത്. പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു ഔട്ട് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഫുൾ ബോഡി പെയിൻറ്റ് ചെയ്തു. പെയിൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ടർ ബോഡി മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ടെസ്റ്റിന് വേണ്ടി ചെയ്യുന്ന ആയിക്കോട്ടെ നമ്മൾ ഫുൾ ബോഡി പെയിൻറ്റായിട്ട് നിന്നില്ല. അതായത് അകവശത്തുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ട് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും നമ്മളൊന്നും ചെയ്യാനായിട്ട് നിന്നിട്ടുള്ളത്. ഫ്രണ്ടിലെയും ബാക്കിലത്തെയും നമ്പർ പ്ലേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. മറ്റേ പഞ്ചിങ് ഉള്ള നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റേ ഫാൻസി നമ്പർ പ്ലേറ്റാണ്, അത് പറ്റില്ല. റിന്യൂവലിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പഞ്ചിങ് ഉള്ള നമ്പർ പ്ലേറ്റ് തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് അതെല്ലാം കൂടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്പർ പ്ലേറ്റിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കാണാം. അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് ചെയ്യാനായിട്ട് തിരുവനന്തപുരം വാമനപുരത്തുള്ള മോട്ടോ ഹബ് ആക്സസറീസ് എന്ന് പറയുന്ന ആക്സസറി ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ നമ്പർ പ്ലേറ്റും ഡോർ വൈസറും അവർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ പ്ലേറ്റിന് വന്നിരിക്കുന്നത് 700 രൂപയാണ് വില വന്നിട്ടുള്ളത്. ഡോർ വൈസറിന് 1000 രൂപയും വില വന്നിട്ടുണ്ട്. ഇവിടെ നമ്പർ പ്ലേറ്റ് പഞ്ചിങ് ഉള്ള നമ്പർ പ്ലേറ്റ് അവർ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ വൈസറും അവർ ഇവിടെ ഒട്ടിച്ച് തന്നിട്ടുണ്ട്. അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിലുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഒരു വാഹനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ആക്സസറീസ്, ഇപ്പോൾ ചെറിയ മാരുതി 800 മുതൽ ഏറ്റവും പ്രീമിയം കാർ വരെയുള്ള വാഹനങ്ങൾക്കുള്ള എല്ലാ ആക്സസറീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റീരിയോസ് ആണെങ്കിലും ആൻഡ്രോയിഡ് സിസ്റ്റം ആണെങ്കിലും അതുപോലെ അലോയ് വീൽസ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ആക്സസറീസും അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പാണ്. അപ്പോൾ ഷോപ്പിൻ്റെ ആ ഒരു ലൊക്കേഷൻ, കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്സസറീസ്, ട്രിവാൻഡ്രം ഈ ഒരു MC റോഡിലാണ് വരുന്നത്. വാമനപുരം ബ്രിഡ്ജിനോട് ചേർന്ന്, ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെയാണ് ഈ ഒരു ഷോപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷോപ്പിൻ്റെ അഡ്രസ്സും ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്സസറീസ്, ഈ ഒരു പ്രദേശത്തേക്കുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ആക്സസറീസ് വാങ്ങണമെങ്കിൽ തീർച്ചയായും സമീപിക്കുന്ന ഒരു ഷോപ്പാണ്. വളരെ മികച്ച രീതിയിലുള്ള കളക്ഷൻ കാര്യങ്ങളുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്, ഭയങ്കര റേറ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് ഫ്രണ്ടിലും ബാക്കിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി വെയിലത്ത് ഇട്ടാണ് ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് അത്ര അങ്ങോട്ട് ക്ലിയർ വണ്ടിക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളിത് ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡോറിൻ്റെ ആ ഒരു മുകളിലത്തെ വൈസർ 4 പുതിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറകുവശത്ത് നമ്മൾ പുതിയ നമ്പർ പ്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് വെച്ചാൽ, ഒരു സൈഡിലത്തെ ഇൻഡിക്കേറ്റർ മൊത്തത്തിൽ ഇളകി പോയിട്ടുണ്ട്, മറ്റേ സൈഡിലത്തെ ഇൻഡിക്കേറ്റർ കളർ കുറച്ച് മങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ഇൻഡിക്കേറ്ററും നമ്മളങ്ങ് പുതിയത് വാങ്ങി മാറുകയാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ പുതിയ നമ്മൾ മേടിച്ചുകൊണ്ട് പിന്നെ മുകളിലത്തെ ഈ ഒരു റൂഫ് ട്രിം അത് ഒരെണ്ണം ഫുള്ള് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും അങ്ങ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. 2 സൈഡിൽ നിന്ന് നമ്മളിതിങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് പുതിയത് വാങ്ങിച്ചിട്ട് അത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ നിന്ന് ഇളക്കിയെടുക്കണം. പുതിയ ഇൻഡിക്കേറ്ററിൻ്റെ വില വന്നിട്ടുള്ളത് ഒരെണ്ണം 60 രൂപ വെച്ചാണ് വില വന്നിട്ടുള്ളത്. 2 എണ്ണം ആയപ്പോൾ 120 രൂപ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ചിലവ് വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ അവർ പുറമേത്തെ കവറും അവർ കേസിങ്ങും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. നമുക്കത് പ്രസ് ചെയ്ത് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിന് ഇളകി വരും. എന്നിട്ട് നമുക്ക് പയ്യെ ആ ഒരു ബൾബ് ഊരിയെടുക്കണം. ബൾബ് ജസ്റ്റ് ഒന്ന് മുന്നിലേക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ ബൾബ് ഊരി വരും. അതുപോലെ തന്നെ ആ ഒരു ലോക്കും നമുക്ക് വിടിയിച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവറോ മറ്റോ ഉപയോഗിച്ചിട്ട് പയ്യെ ആ ഒരു കേസിങ്ങിൻ്റെ അവിടെയുള്ളൊരു ചെറിയ ലോക്കുണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് മുന്നോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലോക്കും നമുക്ക് ഇത്തരത്തിൽ ഊരി എടുക്കാവുന്നതാണ്. ആ ഒരു സൈഡിൽ സ്ക്രൂ ഡ്രൈവറൊന്നും വെച്ച് പ്രസ് ചെയ്ത് കളയുന്നത്, കാരണം അവിടെ ഡെൻറ്റിങ്ങോ അല്ലെങ്കിൽ പെയിൻറ്റ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ആ ഒരു ലോക്കിൽ കൃത്യമായിട്ട് വെച്ച് വലിച്ചു കഴിഞ്ഞാൽ ഊരി വരും. ശേഷം അവിടെ ഒരു കപ്ലറുണ്ട്, കപ്ലറൊന്ന് പ്രസ് ചെയ്ത് വിടിയിച്ച് കഴിഞ്ഞാൽ ആ ഒരു കേബിൾ ഊരി വരും. എന്നിട്ട് നമുക്ക് പുതിയ ഇൻഡിക്കേറ്റർ അവിടെ ജസ്റ്റ് ആ കപ്ലർ കണക്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഊരി എടുത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെ തിരിച്ച് പ്രസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ഒരു ബൾബും ഇടാവുന്നതാണ്. എന്നിട്ട് ആ ഒരു യെല്ലോ കവറിങ് വീണ്ടും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണ്. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു യെല്ലോ കവറിങ്ങും അവിടെ ഫിക്സ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 സൈഡിലുള്ള ഇൻഡിക്കേറ്റർ നമ്മൾ പുതിയത് സെറ്റ് ചെയ്തു. കാരണം നമ്മൾ ഇൻഡിക്കേറ്റർ പുതിയത് വെച്ചാൽ മാത്രമേ ഒരു ഭംഗിയുള്ളൂ. കാരണം മറ്റത് കുറച്ച് വെയിലൊക്കെ അടിച്ചിട്ട് കളറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലത്തെ ആ ഒരു സാധനം നമ്മൾ പഴയത് ഇളക്കി മാറ്റിയപ്പോഴത്തേക്ക് അവിടെ പഴയ ഗമ്മ് കുറച്ച് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. അതായത് ഡബിൾ സൈഡ് ടേപ്പാണ്. അപ്പോൾ അത് കുറേ ഒട്ടിപ്പിടിച്ചിട്ട് അത് നമുക്ക് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ചെറിയ തുരുമ്പ് കാര്യങ്ങളുണ്ട്, പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യണം. നമ്മൾ ആ ഒരു ഗമ്മ് മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പഴയ അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകി കളഞ്ഞിട്ടുണ്ട്. ചെറിയ സ്ഥലത്ത് പെയിൻറ്റ് കട്ടായ ഭാഗങ്ങളൊക്കെ നമ്മൾ വെള്ള പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്ത ശേഷമാണ് നമ്മൾ പുതിയ റൂഫ് ട്രിം അവിടെ ഫിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം.